Hi friends, in the big data domain, most powerful technology ആണ് big data analysis and data science. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബിഗ് ഡാറ്റ മീൻസ് ദ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ. നമുക്ക് ഓരോ ദിവസം കൂടുന്തോറും ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റാസിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അവറേജ് കണക്ക് പറയുകയാണെങ്കിൽ ഒരു വേൾഡ് വൈഡ് നമുക്കൊന്നൊരു 40 YB ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് ആദ്യം സ്റ്റോർ ചെയ്യണം. ആഫ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, ആ സ്റ്റോർ ചെയ്ത ഡാറ്റയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്തെടുക്കും. അതാണ് ആക്ച്വലി ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഡാറ്റ എടുക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒരുപാട് ഇൻഫർമേഷൻ വരുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യൻസ് എവിടെ നിന്നെല്ലാമാണ് വരുന്നത്, അവർ ഏത് ഡോക്ടറെയാണ് കാണിക്കുന്നത്, ആ ഡോക്ടർ ഏത് മെഡിസിനാണ് പ്രിഫർ ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻസും എവിടെയുണ്ട്, ആ ഒരു ഡാറ്റ സെറ്റിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ആ ഡാറ്റ സ്റ്റോർ ചെയ്യും. പിന്നീട് നമ്മൾ എന്താ ചെയ്യണത്, ആ സ്റ്റോർ ചെയ്ത ഡാറ്റയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്ന് ഏത് ഡോക്ടറിനാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വന്നിട്ടുള്ളത്, അതിന് ഏറ്റവും റിപ്പോർട്ട് ചെയ്തുള്ള അസുഖം ഏതാണ്, അത് ഏറ്റവും കൂടുതൽ വിറ്റുപോയ മെഡിസിൻ ഏതാണ്, നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ഇൻഫർമേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ബിഗ് ഡാറ്റ അനാലിസിസ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2 ബിഗ് ഡാറ്റ ടൂൾസാണ് യൂസ് ചെയ്യുന്നത്. ഹഡൂപ്പ് ആൻഡ് സ്പാർക്ക് എന്ന ടൂൾ നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി ഡാറ്റ സയൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്ത റിസൾട്ട് വെച്ചുകൊണ്ട് ഫ്യൂച്ചർ കാര്യങ്ങൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. ആ ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷനാണ് ഡാറ്റ സയൻസ്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിപ്പ വൈറസ്, ആ നിപ്പ വൈറസ് എഫക്റ്റ് ചെയ്ത ജില്ല കാലിക്കറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മൊത്തം ജില്ലയിലെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് എന്ത് മനസ്സിലായി, കാലിക്കറ്റാണ് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് സിമ്പിളി എന്ത് പറയാം, അതൊരു ഡാറ്റ അനാലിസിസ് എന്ന് പറയാം. അതിൻ്റെ സയൻസ് എന്താണ്, ഇനി സപ്പോസ് എറണാകുളം ജില്ലയെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എത്ര ഐസൊലേഷൻ വാർഡ് വേണ്ടി വരും, എത്ര മെഡിക്കൽ ടീംസ് വേണ്ടി വരും, എത്ര ഡോക്ടേഴ്സ് വേണം, എത്ര ആംബുലൻസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡി ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡാറ്റ സയൻസിൻ്റെ കോൺസെപ്റ്റ്. നമ്മൾ ഡാറ്റ സയൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് പ്യുവർ AI വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്, ഡീപ് ലേണിംഗ് തുടങ്ങിയ കോൺസെപ്റ്റ് വഴി നമ്മൾ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, ഡാറ്റ സയൻസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.